ഒരു പുത്തൻ പുതിയ ദിവസം, പുതിയ അവസരങ്ങൾ, പുതിയ തീരുമാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ദിവസം കാത്തിരിക്കുന്നുണ്ടല്ലോ. കുറച്ച് സമയവും അതുപോലെ തന്നെ കുറച്ച് സ്നേഹവും ഒക്കെ വാരിക്കൂട്ടി മറ്റൊരു ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ശ്രീകുട്ടൻ പോകുന്നവരെ ഇവിടെ ഒരു വെപ്രാളാണ്. അത് കഴിഞ്ഞാലാണ് നമ്മൾ നമ്മുടേതായ സമയം കണ്ടെത്തുന്നത്. അത് വേണ്ടത്ര രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അടുക്കളയിൽ നിന്ന് പതിവ് പോലെ തന്നെ നമ്മുടെ ദിവസം ആരംഭിക്കാം. ഉണ്ടാക്കാൻ സുഖമായിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതും എന്നാൽ നിറഞ്ഞ് കിടക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇതാ ഈ ഓട്സ് ആണ് കേട്ടോ. ഇതിൽ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാനിത് ആക്കി വെക്കുന്നത്. അത് നമുക്ക് പിന്നെ ഒരു ദിവസം വീഡിയോയിൽ ചെയ്യാം. കാരണം ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്നുമല്ല, ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ കുറച്ച് തിരക്ക് ഇതുപോലെയുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനതിൽ കുറേ നട്ട്സൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കും. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചാൽ എന്തായാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് നമ്മുടെ കർക്കിടകം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പികളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണ്ടേ. മടിയന്മാരുടെ ഭക്ഷണമാണ് ഓട്സ് എന്നുള്ളത് പൊതുവെ മിഥ്യയായ ഒരു ധാരണയുണ്ട്. പക്ഷെ നമുക്ക് അതിനെ ഹെൽത്തിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ നമുക്ക് പരിചയപ്പെടാം. ഇന്നിപ്പോൾ എന്തായാലും പതുക്കെ ഒരു ഗ്ലാസ് ഓട്സ് ഒക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് നമ്മുടെ ദിവസം ഒന്ന് കുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ദിവസങ്ങൾ കുറിച്ച് വെക്കുന്നത് നമുക്ക് അന്നത്തെ ദിവസത്തിന് മൊത്തത്തിലൊരു ക്ലാരിറ്റി കിട്ടാൻ അടിപൊളിയാണ്. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ കാടൊക്കെ ആസ്വദിച്ച് നമ്മളോട് തന്നെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മുടെ ദിവസം മുന്നോട്ട് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത്, എല്ലാ പ്ലാനിങ് ഒന്നും ജീവിതത്തിൽ നടക്കണമെന്നൊന്നുമില്ല. സമയം കുറച്ച് കൊണ്ടുവന്നിട്ട് ചില പ്ലാനിങ്ങുകൾ നടത്തുമ്പോൾ വിജയകരമാവാറുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസവും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ക്രോഡീകരിച്ച് വെക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പ്ലാനിങ് വർക്കൗട്ട് ആവണ ആളെയല്ല കേട്ടോ ഞാൻ. കാരണം ഇതിൻ്റെ ഇടയിൽ 100 കാര്യങ്ങൾ വേറെ വരും. കാരണം പല മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന കാരണം കൊണ്ടേ ചിലപ്പോൾ ഡാൻസിൻ്റെ പ്രാക്ടീസ് വരും, അല്ലെങ്കിൽ കടയിലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വരും, അല്ലെങ്കിൽ ചേട്ടന്മാർ ഭക്ഷണം കഴിക്കാനായിട്ട് വരും. അപ്പോൾ ഷൂട്ടിന് വേണ്ടി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. എങ്കിലും ഇതിങ്ങനെ എഴുതി വെക്കുമ്പോൾ വൈകുന്നേരമായിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ വിട്ടിടുമ്പോൾ ചെറിയൊരു സന്തോഷം കിട്ടാറുണ്ടെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കാലത്തോട്ടെ വൈകുന്നേരം വരെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് നമ്മുടെ ഒരു ദിവസം മൊത്തത്തിൽ ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് തുടങ്ങണത് കേട്ടോ. ഹലോ, കുറച്ച് നേരം നിങ്ങളോട് വർത്താനം പറഞ്ഞിട്ടാവാം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിച്ചു. കാരണം ഞാൻ കുറേ ദിവസമായി നിങ്ങളുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ടും വിശേഷങ്ങൾ പറഞ്ഞിട്ടും ഒക്കെ ഇങ്ങനെ എന്താ പറയുക, വ്ളോഗ് ഇങ്ങനെ ഇടുക എന്നുള്ളതല്ലാതെ നമ്മൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഒന്നും നടക്കണില്ല. വ്ളോഗ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. കുറേ പേര് എന്നോട് ചോദിച്ചു കേട്ടോ, എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗ് ഇടാത്തത്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മുടെ സീരിയൽ പോലെ വ്ളോഗുകൾ വന്നിരുന്നതല്ലേ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇന്നിപ്പോൾ ഷോർട്സുകൾ നമ്മൾ ഇടുന്നുണ്ടല്ലോ, അത് കാരണം കൊണ്ട് ഡെയിലി ഷോർട്സുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ലോങ് വ്ളോഗുകൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തെന്ന് മാത്രം. കുറേ നമ്മളിങ്ങനെ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ സാച്ചുറേറ്റഡ് ആവില്ലേ. അപ്പം ഞാൻ അങ്ങനെ ഒരു സാച്ചുറേഷൻ പോയിന്റിലായിരുന്നു. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. ഒരു അറിഞ്ഞുകൊണ്ടൊരു ബ്രേക്ക് എടുക്കുക എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്കിലായിരുന്നു. കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു ഒരു 6 മാസമൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഫ്ലക്ച്വേറ്റഡ് സ്റ്റേറ്റിലാണ്. ഒരു വേവ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഹൈ ആവും, പിന്നെ ലോ ആവും, ഒന്ന് ഹൈ ആവും, ലോ ആവും. അത് നമ്മുടെ മാനസികമായിട്ടുള്ള കുറച്ച് അസന്തുലിതമായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് മാനസിക രോഗം ഉണ്ടെന്നല്ല, നമുക്ക് എല്ലാവർക്കും വരുമല്ലോ ഒരു മൂഡ് സ്വിങ്സോ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആവുന്ന അവസ്ഥയൊക്കെ വരില്ലേ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും 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 ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു സ്റ്റേജിലായിരുന്നു. അപ്പം ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫിൽ വരാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. എത്രത്തോളം പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് പാടാണ് നമ്മളൊരു ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതിലേക്ക് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട്. സ്കൂൾ തുറന്ന സമയത്തൊക്കെ ഒന്ന് തിരിച്ച് കയറാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കിയതായിരുന്നു. പിന്നെ അത് വീണ്ടും കയ്യിൽ നിന്ന് പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ ഇരിക്കുകയാണെന്ന്. അങ്ങനെയല്ല. കാലത്ത് നമ്മുടെ റൂട്ടീൻ പറയുകയാണെങ്കിൽ പണ്ടത്തേക്കാളും ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് വരുന്ന ഒരു സ്കെഡ്യൂളായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാലത്ത് എണീക്കുന്നു, ശ്രീകുട്ടനെ സ്കൂളിൽ പോകുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു. അതിൻ്റെ ക്ലാസ്സിലേക്ക് പോകുന്നു, വരുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള ഷൂട്ടുകൾ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഷൂട്ടുകൾ ചെയ്യുന്നു. വൈകുന്നേരം ആവുന്നു, എഡിറ്റ് ചെയ്യുന്നു, ശ്രീകുട്ടൻ വരുന്നു, അതിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുന്നു, പഠിക്കുന്നു, ഡാൻസ് ക്ലാസ്സിൽ പോകുന്നു. ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശനിയും അതുപോലെ തന്നെ തിങ്കളും വെള്ളിയുമായിരുന്നു ഡാൻസ് ക്ലാസ്. അതിന് പോകുന്നു. അതിന് നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഓൺലൈൻ അധികം പ്രിഫർ ചെയ്യാറില്ല. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പക്ഷേ എനിക്ക് ഓഫ്ലൈൻ പോകുന്നതാണ് ഇഷ്ടം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പണ്ടുണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ അവർ ജൂനിയർ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ നിർത്തി, സീനിയർ ഡിപ്ലോമ ചെയ്യണില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു മെൻ്റൽ സ്ട്രെസ്സായി.
അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പോലെ തന്നെ എന്താ പറയുക നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമായിരുന്നു. അതിങ്ങനെ പോകണ്ടായിരുന്നു വിചാരിച്ച് പോകുന്ന ഒരു ലെവലിലൊക്കെ എത്തി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്ക് ടു നോർമൽ. നമുക്ക് എന്തായാലും നമ്മുടെ കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ പോകുക തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡാൻസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഉള്ള തീരുമാനത്തിലാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ എറണാകുളത്ത് ഒരു കോഴ്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ തിരക്കാണ്. അതിൻ്റെ ഇടയിൽ വ്ളോഗിങ് ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പാഷനും അതുപോലെ തന്നെ പ്രൊഫഷനും. അപ്പോൾ അത് കുറച്ചൊന്ന് മാറ്റി വെച്ചതാണ്, കുറച്ചൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്ക് ടു നോർമലിലേക്ക് വരികയാണ്. നമ്മൾ കർക്കിടകം തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി കർക്കിടകം ഓൾറെഡി തുടങ്ങി കേട്ടോ. നിങ്ങൾ കാണുന്ന സമയത്ത് ഇതിപ്പോൾ പകുതിയൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ കർക്കിടകം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വീടൊക്കെ ഒന്ന് ഒരുക്കണം. കർക്കിടകത്തിലാണ് നമ്മളെപ്പോഴും നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒന്ന് നല്ല മഴയല്ലേ, ഗംഭീര മഴയല്ലേ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ശരീരം അത് ഏറ്റുവാങ്ങും എന്നാണ് പറയാം. അപ്പോൾ കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞത് കേട്ടിട്ടില്ലേ? അത് മഴേനെ സംബന്ധിച്ചിട്ടാണ് തോന്നുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം നോക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. ബോഡിയൊക്കെ എല്ലാം അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും അത്ര. അപ്പോൾ വഴിയെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കി വയ്ക്കണം. നമുക്ക് കർക്കിടകം ഹിന്ദുക്കൾക്ക് രാമായണ മാസം കൂടെയാണ്. അപ്പോൾ നമ്മൾ രാമായണം വായിക്കാൻ തുടങ്ങും. മാത്രമല്ല നമ്മൾ വീടൊക്കെ ഒന്ന് ഒതുക്കി മുക്കും മൂലയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാ പരിപാടികളും അങ്ങനെ ഒരു ദൈവികമായ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസം എനിക്ക് പീരീഡ്സ് ആയിരുന്നു. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് പീരീഡ്സ് വരുമ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു കേട്ടോ, ഫൈബ്രോയിഡ് എന്തായി ചെയ്യുന്നത്? വർത്താനം പറഞ്ഞാൽ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയും. എന്നാലും ഞാനതൊക്കെ ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. ഫൈബ്രോയിഡ് എന്തായിരുന്നു ചെയ്ത് ചോദിച്ചു. ഫൈബ്രോയിഡിൻ്റെതായ എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ല. ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ബ്ലീഡിങ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴേ, ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്താണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ബ്ലീഡിങ് ഒരു 2, 3, 4 ദിവസത്തേക്കായിട്ട് കുറഞ്ഞു. അല്ലെങ്കിൽ ഒരു 7-8 ദിവസമൊക്കെ കണ്ടിന്യൂസ് ബ്ലീഡിങ് ആയിട്ട് ഞാൻ അനീമിക്കാവും. അതായത് നമ്മൾ പീരീഡ്സ് കഴിഞ്ഞ് എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു വിളറി വെളുത്ത് ഒരു വല്ലാത്ത കോലത്തിൽ, ചുണ്ട് മാത്രം ഇങ്ങനെ ബ്ലാക്ക് കളറിൽ ബാക്കിയൊക്കെ വെളുത്തിരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. മൊത്തം ബ്ലഡ് ഇങ്ങനെ വാർന്നു പോയിട്ടേ. അപ്പം നമ്മുടെ ഈ ഫൈബ്രോയിഡ് ബ്രേക്ക് ആവുന്നുണ്ടെന്നാണ് പറയണത്. ഫൈബ്രോയിഡും എപ്പിത്തീലിയലിലും സബ്ക്യൂട്ടേനിയസിലും ഒക്കെയല്ല ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ കുറച്ച് ഡേഞ്ചറാണ് അത്രേ. അത് ബ്രേക്ക് ആവും. അപ്പോൾ നല്ല ബ്ലഡും കൂടെ പോവാം നമ്മുടെ ഈ പീരീഡ്സിൻ്റെ ഇടയിൽ. അപ്പോൾ എന്താണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനീമിക് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഫാറ്റ് കുറയുമ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ വന്നു തുടങ്ങും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുക. അതായത് ഫൈബ്രോയിഡിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാനൊന്നും പറ്റാറില്ല കേട്ടോ. നമുക്കിവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കുക, അതുപോലെ തന്നെ ഒരുപാട് ഫാറ്റായിട്ടുള്ള ഫുഡുകൾ, ഫാറ്റും ഷുഗറും കാർബ്സും ഞാൻ മാക്സിമം കട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷെ തടി കുറയുക അല്ലെങ്കിൽ നല്ല എന്താ പറയുക ജിമ്മത്തി ആവാന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് ജിമ്മിൽ പോവാന്നുള്ളതാണ് പൊതുവെ ഇപ്പോഴും ഇന്നത്തെ കാലത്തും ആൾക്കാരുടെ വിചാരം. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല ജിമ്മിൽ പോകുന്നത് ടു ബി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഒരു 2-3 മാസമായി എടുത്തിട്ട് ഞാൻ പിന്നെ ആ റുട്ടീനൊന്ന് ഫോളോ ചെയ്ത് ഞാൻ ആ ട്രാക്കിലേക്ക് വന്നിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ PCOD, അതുപോലെ തന്നെ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടല്ലോ. അപ്പോൾ യൂട്രൈൻ പ്രൊലാപ്സ്, അതുപോലെ തന്നെ ഡയബറ്റിക്, കൊളസ്ട്രോൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ PCODയും ഈ ഫൈബ്രോയിഡും ആണ് എല്ലാവർക്കും, ഫോളിക്കൽ ഓവറിയൊക്കെയാണ് എല്ലാവർക്കും വരുന്നൊരു രോഗം എന്ന് പറയുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ തന്നെ, പിന്നെ ഷുഗറും കൊളസ്ട്രോളും പ്രശ്നം. അപ്പോൾ അവരൊക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യുക ജിമ്മിൽ പോയിട്ട്. പിന്നെ ജിമ്മിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വൈബ്, അവിടെ നമ്മൾ കാണുന്ന ആൾക്കാർ. ഞാനിവിടെ എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഈ പരിസരത്ത് ഞാൻ മാത്രമുള്ളൂ, ഒരു 10 കിലോമീറ്റർ ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള അടുത്ത ഡൽസിൻ്റെ ആൻറ്റിക്ക് ഉണ്ടാവും. പക്ഷെ അവർക്ക് കുറച്ച് ദൂരമല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും എന്നൊന്നും കാണുന്നില്ല. ഇളയമേനെയാണ് ഞാൻ എന്നും കാണുന്നൊരു മുഖം എന്ന് പറയുന്നത്. അത് 10 മിനിറ്റേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സാച്ചുറേറ്റഡ് ആവും ലൈഫിൽ. ഇപ്പോൾ നമുക്ക് ഇവിടെ എനിക്ക് തലൂർ വീട് ഇത്ര ഇഷ്ടമാവാൻ കാരണം, അല്ലെങ്കിൽ തലൂരത്തെ കടയും ആ ഒരു സിറ്റുവേഷനൊക്കെ ഇപ്പോഴും സ്റ്റിൽ ഞാൻ മിസ് ചെയ്യാം. 5 വർഷമായി ഇപ്പോഴും എനിക്കത് മിസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
എൻ്റെ അയൽപ്പക്കക്കാർ, എൻ്റെ വീട്, നമ്മുടെ കട. എനിക്ക് ഇത്തിരി ബോറടിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മുടെ കടയിൽ പോകും. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്യാതെ ഞാൻ അതിൽ തന്നെ സ്റ്റക്ക് ഔട്ട് ചെയ്തിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുക കടയ്ക്ക്, കാര്യങ്ങൾക്ക്. അന്ന് എനിക്ക് അവിടെ പോകാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെയാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് എനിക്ക് ഇത്രയും ഇങ്ങനെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരുന്നത്. അപ്പം നമുക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആവാൻ ഞാൻ തന്നെ വിചാരിക്കേണ്ടേ. അപ്പം നമ്മൾ പതുക്കെ ഇങ്ങനെ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് കുറച്ച് നേരം കാലത്ത് നമുക്കായിട്ട് സ്പെൻഡ് ചെയ്യാം. നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാന്ന് പറയില്ല, അതുപോലെ സ്പെൻഡ് ചെയ്യാം. കുറച്ചു നേരം ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കായ മുറിക്കലായിരുന്നു. കായ മുറിച്ച് ചോന്ന് കൊണ്ട് വെച്ചോടെ നീ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. വണ്ടി കടയിൽ തോട്ടമൊക്കെ കഴിഞ്ഞിട്ടേ വണ്ടി വരുള്ളൂ. അപ്പം അതിനു മുമ്പ് കായ ഉപ്പേരി വയ്ക്കണം, കൂട്ടാൻ വയ്ക്കണം. അപ്പം അതിനൊരു കഷ്ണം കായ എടുക്കാൻ പോവാം. ഇത് മതി നമുക്ക്. നാടൻ കായ ഇതിനെങ്കിൽ ഉണ്ടാവും. വർഷക്കാലമായ അധികം ഉണ്ടാവുന്നില്ല, കൂടുന്നുണ്ട്. ഇപ്പോൾ 2 ഉണ്ട്. അത് നമുക്ക് ഉറക്കാൻ പൊട്ടിക്കാം. മറ്റേ വെക്കാനായിട്ടില്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചത്? വെക്കണം. ഇവിടെ തന്നെ വെക്കാൻ പൊട്ടിക്കട്ടെ. അങ്ങനെ പച്ചക്കറികളൊക്കെ ആയിട്ട് നമുക്ക് പതുക്കെ അടുക്കളയിലേക്ക് പോവാം. കുഞ്ഞൻ കഴിഞ്ഞ ദിവസം കോതമംഗലത്തേക്ക് പോയപ്പോഴേ അവൾക്ക് വേണ്ടി മേടിച്ചതാണ് ആയിരിക്കുന്ന റൈസ് കുക്കർ കേട്ടോ. അതായത് നമ്മുടെ തെർമൽ കുക്കർ എന്ന് പറയും. അപ്പോൾ കുഞ്ഞൻ ആ 3-4 ആളുകൾ റൂമിലുള്ള കാരണം കൊണ്ട് അവൾക്ക് കുറച്ചും കൂടി വലുത് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വലുത് കുഞ്ഞിന് കൊടുത്തു വിട്ടിട്ട് നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്ന ചെറുത് ഇവിടെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പണിക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇത്തിരി വലുതല്ലേ ശ്രീജയ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് 2 വട്ടം വെക്കാമല്ലോ, പിള്ളേരാകുമ്പോൾ അവർക്ക് 1 വട്ടം വെക്കാൻ തന്നെ ഒരു പണിയല്ലേ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പുതിയതൊരെണ്ണം മേടിച്ചതാണിത് കേട്ടോ. പലർക്കും എങ്ങനെയാണ് നമ്മുടെ റൈസ് കുക്കറിൽ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം അറിയില്ല. ഇത് നമ്മൾ മേടിക്കുമ്പോൾ ഒരു 2000 റുപ്പീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ഒരുപാട് വർഷങ്ങൾ 10-20 വർഷമൊക്കെ യൂസ് ചെയ്യാം. അത്രയും 7 വർഷമൊക്കെ എത്തിയ തെർമൽ കുക്കർ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. നമ്മുടെ കടയിലിരിക്കുന്നതൊക്കെ അത്രയും വർഷത്തെ ഇതാണ്. കലം, അതോടൊപ്പം തന്നെ ഈ ഒരു മൂടി ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആ ഒരു സെറ്റിൽ കിട്ടുന്നതാണ് കേട്ടോ. അതൊന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ പശ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് ഇങ്ങോട്ട് വലിച്ചു കീറി എടുക്കാം. അങ്ങനെ നമ്മൾ ഇത്രയും പാത്രത്തിലാണ് നമ്മൾ ഇന്ന് ഫുഡ് വയ്ക്കാൻ പോകുന്നത്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കിപ്പോൾ വയ്ക്കാൻ പോകുന്നത് 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിലൊരു 3-3.5 ഗ്ലാസ് വെള്ളം, ഇത്ര അളവൊന്നുമില്ല, വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് ഊറ്റി കളയാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്നു, അതൊന്ന് ചൂടായിട്ട്, അല്ലെങ്കിൽ ഞാൻ തിളച്ചിട്ടാണ് ഇടാറുള്ളത്. തിളച്ചിട്ടിടാൻ പാടില്ല, അമ്മേരെ ഐസ് പറയുന്നതൊക്കെ ചില വിശ്വാസങ്ങളുണ്ട്. പക്ഷേ എനിക്കത് കുറച്ചുകൂടി ചൂടാവുമ്പോൾ പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടുന്നൊരു ഫീലാണ് കേട്ടോ. അപ്പം ഞാൻ വെന്തിട്ട് തന്നെയാണ്, അതായത് തിളച്ചിട്ട് തന്നെയാണ് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാറുള്ളത്. നമുക്ക് 1 ഗ്ലാസ് അരി മതി നമ്മൾ 3 ആൾക്ക്. അങ്ങനെ ഭാഗ്യനോട് ഉണ്ടായിരുന്നു. ഭാഗ്യനോട് കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് അരി അവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോഴാണ് നമ്മൾ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുന്നത്. ഭാഗ്യം പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാകുന്ന നമ്മുടെ വഴുതനങ്ങ നമുക്ക് വട്ടത്തിൽ അരിഞ്ഞ് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. ഫ്രൈയും അതുപോലെ തന്നെ കായ ഉപ്പേരിയും വെക്കാനുള്ള ചെറിയ ഉദ്ദേശത്തിലാണ് ഞാൻ കേട്ടോ. ഇത് വെറും ഫ്രൈ അല്ല, ഒരു കൂട്ടാൻ ഫ്രൈ പോലെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഹെൽത്തി ആയിട്ട് മുട്ടയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഹെൽത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എപ്പോഴും മുട്ടയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇവിടെ വഴുതനങ്ങ വേറെ എങ്ങനെ വെച്ചാലും കഴിക്കില്ലെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കും കേട്ടോ. കുഞ്ഞിനാണെങ്കിൽ വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം ചേച്ചി വന്നപ്പോൾ നമുക്കിങ്ങനെ നീരാളിയിൽ പോലെ വറുത്ത് തന്നില്ലേ, അതുപോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ നമ്മുടെ അരി തിളച്ചു, വെറുതെ ഒന്ന് തിളച്ചാൽ മതി. അത് നമ്മൾ എടുത്തിട്ട് തെർമൽ കുക്കറിൽ അടച്ച് വെച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അതിന് പിന്നെ വീണ്ടും തിളപ്പിക്കുക കാര്യങ്ങളെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വറുക്ക് വെച്ചാൽ മതി, അതായത് വാല വെച്ചാൽ മതി. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കറികളൊക്കെ ഒന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഒരു മസാല ബോക്സ് ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ കുറേ പണികളൊക്കെ ചടവടേ എന്നാൽ അങ്ങോട്ട് തീർക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലടാ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കാറുണ്ടെന്ന്. അപ്പോൾ അതിലെപ്പോഴും ഉപ്പിടുന്ന കാരണം കൊണ്ട് ഇതിൽ ഉപ്പിടൽ വളരെ കുറവാണ് കേട്ടോ. പിന്നെ നമ്മുടെ മസാല ബോക്സിലത്തെ എല്ലാ ഐറ്റംസും നമ്മൾ അതിലിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിലൊന്ന് പിടിക്കട്ടെ. പിന്നെ നമ്മുടെ കായ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുത്തി കാച്ചുന്ന പരിപാടിയാണുള്ളത്. കായ വെറുതെ വേവിച്ചെടുത്ത് കുത്തി കാച്ചുന്ന പരിപാടി. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു സംഭവമാണ്, കായ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണെന്ന്. സത്യം അതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കായ ഉണ്ടല്ലോ, നേന്ത്രക്കായ, ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഭാഗ്യൻ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് തോട്ടത്തിൽ നിന്ന് കാലത്ത് പോയി ഭാഗ്യം നേരത്തെ പോയി കായൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഇനി പിള്ളേർ അത് എടുക്കാൻ വേണ്ടിയിട്ട് വരും നമ്മുടെ കടയിൽ നിന്ന്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കായ കുനുകുന അരിഞ്ഞെടുക്കാം.
അപ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാത്രങ്ങൾ ഇവിടുന്ന് മേടിച്ചെന്ന് ഒരുപാട് ആൾക്കാരായി ചോദിക്കുന്നു. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ യൂട്ടൻസിൽസ് ബൈ മാർക്കസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് കേട്ടോ. ആ പേജിലാണ് ആ ചേട്ടൻ എനിക്ക് റിവ്യൂവിന് വേണ്ടി അയക്കുന്ന പാത്രങ്ങളാണ്, അടിപൊളി പാത്രങ്ങളാണ്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കായ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ഫ്രൈ അല്ല വേവിക്കാൻ വേണ്ടി വയ്ക്കാം. കുറച്ച് ഉപ്പും അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം കേട്ടോ. ഈ കണ്ട ഈ മസാല ബോക്സിൻ്റെ ഗുണം അതാണ്, നമുക്ക് 2-3-4 പാത്രങ്ങളൊന്നും തുറക്കണ്ട. എപ്പോഴും മസാല ബോക്സ് മേടിക്കുമ്പോൾ വലിയ പാത്രങ്ങൾ മേടിക്കാൻ നോക്കുക. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് കുറച്ചും കൂടി വലിയ പാത്രങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറുകളിൽ വലിയ പാത്രങ്ങൾ കിട്ടും. നമ്മൾ ഓൺലൈൻ സ്റ്റോറുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ, നമ്മുടെ സാധാരണ മീഷോന്നും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഇതിലൊക്കെ മേടിക്കുമ്പോൾ കുഞ്ഞു പാത്രങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ കുറേ മസാല നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ വലുത് മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായിരിക്കും കേട്ടോ. ഇത് നമ്മൾ APK ഇല്ലേ, നമ്മുടെ തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള അവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മുട്ട ഒന്ന് വറുത്തെടുക്കാം. കണ്ടില്ലേ മോൻ? ഞാൻ ഇവിടെ എത്തിയിട്ട് അറിഞ്ഞില്ല. ഞാൻ അതില് കോൺസെൻട്രേറ്റ് ചെയ്യല്ലേ. പേടിച്ചു പോയോ എന്റെ കുട്ടി? എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഭാഗ്യനെ പിന്നെ കൂടെ വന്നിട്ട് ആ വേപ്പിൻ്റെ എല്ലാം ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിലായിരുന്നു. മാത്രമല്ല എന്നും ഭാഗ്യനും ശ്രീകുട്ടനും കൂടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളിവിടെ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നലുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ പേടിച്ചു. അതാണ് അത്രയും വയലൻ്റായിട്ട് ഞാൻ ഭാഗ്യനോട് പ്രതികരിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തു. കുറേ ചീത്തയൊക്കെ കേൾക്കേണ്ടായിരുന്നു. എനിക്ക് പിന്നെ പേടിച്ചാലും അതുപോലെ തന്നെ സങ്കടം വന്നാലൊക്കെ പെട്ടെന്ന് എൻ്റെ ശബ്ദം റൈസ് ആവും. അത് ഒരു പൊട്ട സ്വഭാവമാണോ? അല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യണ്ടേ. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തല്ലേ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കൂട്ടാനായിട്ട് വെക്കാം. നമ്മളിത് കുറച്ച് എണ്ണ ഒഴിച്ചു, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ജീരകവും കടുകും ഒക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ സവോളയും അതിൽ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് അതിൽ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് തക്കാളി ഇങ്ങനെ ഞെരടി ഇട്ട് കൊടുത്ത് ഇനി ആ തക്കാളി ഒന്ന് വേവണം. ആ തക്കാളി വേവുമ്പോൾ നമ്മളതിൽ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മുട്ടയും അതുപോലെ തന്നെ വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തയ്യാറായിട്ടോ. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനും അതൊക്കെ ഒന്ന് എന്താ പറയുക, ആ ഒരു മസാലയൊക്കെ മൊത്തത്തിലൊന്ന് പെരളാനും വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ഒരു ആരും എന്താ പറയുക വേണ്ട എന്ന് പറയാത്ത രീതിയിലുള്ള ഒരു വഴുതനങ്ങ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കായ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഈ കടുക് മുഴുവൻ മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുകയാണെന്ന്. പക്ഷേ കട്ടിങ് ടൈമുള്ള സാധനങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്. നാടൻ പച്ചമുളക് നമ്മൾ പിന്നെ എല്ലാത്തിലും ഇടും കേട്ടോ. നമ്മുടെ ഇവിടെ വീണ്ടും പച്ചമുളക് ഉണ്ടായി തുടങ്ങിയല്ലോ. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് കറിവേപ്പിലൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. കറിവേപ്പില ഉള്ളി ചെല്ലാൻ വേണ്ടിയിട്ടാണ് അരിഞ്ഞിടുന്നത്. കുറച്ചും കൂടി നാൾ കഴിയുമ്പോൾ കറിവേപ്പില ഞാൻ പൊടിച്ചിടുന്നതായിരിക്കും. കാരണം ഇവിടുത്തെ ആരും കറിവേപ്പില കഴിക്കണില്ലാന്നേ. ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം നമ്മുടെ മുടി വളർച്ചയ്ക്ക് അടിപൊളിയാന്നുള്ള കാര്യം അറിഞ്ഞൂടെ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ കുനുകുനാന്നൊക്കെ അരിഞ്ഞിടാറുണ്ട്. എങ്ങനെയെങ്കിലും ഒരു 3-4 കഷ്ണമെങ്കിലും ഉള്ളി പോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് നമ്മുടെ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ കായ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെ വറുത്തെടുത്ത് ഫ്രൈ പോലെ ഇരിക്കും. മെഴുക്ക് വരട്ടൊക്കെ അങ്ങനെ കണ്ടങ്ങനെ വായിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന രീതിയിലിരിക്കും. അതാണ് ഇന്നത്തെ നമ്മുടെ കായുപ്പേടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് വേറെ സ്പെഷ്യലുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് 2 എണ്ണമാണുള്ളത്. ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ ആർഭാട് ഹയനെ എന്നുണ്ടായിരുന്നു. പക്ഷേ ഉണക്കമീൻ മേടിക്കാനായിട്ട് കൃഷ്ണേൻ്റെ കട വരെ പോകാനുള്ള മടി കാരണം കൊണ്ട് പിന്നെ ഭാഗ്യനോട് പറഞ്ഞപ്പോൾ ഭാഗ്യം പറഞ്ഞു ഇത് മതി മോനെ എന്ന്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ എന്ത് എന്ന്. അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് നമുക്ക് വാല വെച്ചാലോ? ചോറ് വാല വയ്ക്കാനായിട്ട് നമ്മൾ ഇച്ചിരി പഠിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന കല ഉണ്ടല്ലോ ബാക്കിലിരിക്കുന്നത്, അതിലാണ് നമ്മൾ ചോറ് വാല വയ്ക്കാൻ പോകുന്നത്. ഈ ചോറിനെ നമ്മൾ വേറെ തിളപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അധികം വെള്ളത്തിൽ നമ്മളിതിന് വേവിച്ചെടുത്തു എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഈ പുരാതനമായിട്ടുള്ള അരിപ്പക്കയിൽ ഇത് ജന്മാന്തരങ്ങൾ പിന്നിട്ട് പോന്നിട്ടുള്ളതാണ് ഭാഗ്യം പറയുന്നതായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ പിന്നിട്ട് കിട്ടി. ഇനി നമ്മൾ അടുത്ത തലമുറയ്ക്ക് അത് പിന്നിട്ട് കൊടുക്കല്ലേ, കൈമറിയുന്നതായിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടല്ല ഞാൻ ചെയ്യാറുള്ളത്. നമുക്കിപ്പോൾ ചോറ് കൂറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് എളുപ്പമാണ്. പക്ഷേ നമ്മളിതാ ഈ കാണുന്ന ഓട്ടയുള്ള ഈ ഒരു മുടി ഉണ്ടല്ലോ, മുടി എന്നല്ലേ പറയാം നിങ്ങളുടെ നാട്ടിലും, ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നും. അത് കാരണം നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് അപ്പുറത്തെ കിച്ചണിലാണ് കേട്ടോ. ഇതിങ്ങനെ ഈ വെള്ളം വാലുന്ന വിധം ഈ ഓട്ട ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ മൊത്തത്തിൽ അങ്ങ് വാന്ന് പോക്കോളും. ഈ ഓട്ടയുടെ ഉള്ളിൽ കൂടെ വെള്ളം വാലത്തക്ക വിധം നമ്മളതിനെ സെറ്റാക്കി വെക്കണം. അപ്പോഴാണ് പിള്ളേർ കായ കയറ്റാൻ വന്നത്. അപ്പോൾ നമുക്കിനി അവരുടെ കൂടെ പോയിട്ട് കായ കയറ്റിയാലോ?
പൊതുവേ കായ മുറിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഓണത്തിൻ്റെ ഒരു പ്രതീതിയാണ് കേട്ടോ. കാരണം ഓണത്തിനാണല്ലോ നമ്മുടെ ഇവിടെ കായ മുറിക്കാറുള്ളത്. അങ്ങനെ കായൊക്കെ ഓരോ വശത്തു നിന്ന് മുറിച്ച് തുടങ്ങിയിട്ടുണ്ട്. പഴമായിട്ടുണ്ടായിരുന്നു, 2-3 കൊല്ലമൊക്കെ പഴുത്തും പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ചേട്ടന്മാർ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയും പറമ്പുകളിലൊക്കെ ആയിട്ട് വിന്യസിച്ച് കിടക്കുകയാണ്. അത് കാരണം കൊണ്ട് കായ മുറിച്ചത് മുഴുവൻ ഭാഗ്യനാണ് കാലത്ത്. ചേട്ടന്മാർ പിള്ളേർ വന്ന് കയറ്റിക്കൊണ്ട് പോകുന്നത് മാത്രം. അങ്ങനെ നമ്മുടെ കടയിലേക്കാണ് ഓൺലൈൻ ഓർഡറുകൾ ഒക്കെ എത്താറുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് ബെഡ്ഷീറ്റ് കിട്ടിയിട്ടുണ്ട് പുതിയത്, അത് ഞാൻ അവിടെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ കൂടെ ആ കായ എടുത്തുകൊണ്ട് കയറ്റാം. ഈ കായയ്ക്ക് കവർ ഇടുന്നത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടും മാത്രമല്ല, കിളികളൊക്കെ വന്നിരുന്ന് അതുമത്തെ കൊത്തും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇവൻ ചെറുതായിട്ട് വന്നിരുന്നാൽ കൂടി ആ കായയുടെ ഭംഗി അങ്ങോട്ട് പോകും അത്രേ. ആ കായയുടെ ഭംഗിക്കനുസരിച്ചാണ് മാർക്കറ്റിൽ കായ്ക്ക് വില എന്നൊക്കെയാണ് ഭാഗ്യം പറയാറുള്ളത്. അപ്പോൾ രതീഷും ഉണ്ട്, അതുപോലെ തന്നെ പ്രസാദും ഉണ്ട്. ഒരാൾ വണ്ടി ഓടിപ്പിക്കുന്നു, ബാക്കിയുള്ള ഒരാൾ ഇത് കയറ്റാൻ സഹായിക്കാൻ കൂടി വന്നതാണ് കേട്ടോ. നമ്മുടെ ഭാഗ്യനാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് തണ്ട് ചെത്തുന്ന ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പതുക്കെ നമുക്കൊരു ഓണക്കാലത്തിൻ്റെ പ്രതീതി വരുന്നു. അങ്ങനെ ഓണത്തിൻ്റെ ഒരു പ്രതീതിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വാഴക്കൊലകൾ നമ്മൾ ഇന്ന് വണ്ടിയിലേക്ക് കയറ്റുന്നത് കേട്ടോ. ഇത് മുഴുവൻ നമ്മുടെ കടയിലേക്ക് ആയിരിക്കും. പിന്നെ ഒല്ലൂക്കര കടയിലേക്ക്, നമ്മുടെ 2 കടകളിലേക്കായിട്ട് നമ്മൾ നാടൻ കായകൾ നിങ്ങൾക്ക് KMBയിലോ അല്ലെങ്കിൽ ഹരിതയിലോ ചെന്നാൽ കിട്ടുന്നതായിരിക്കും. വറക്കാനൊക്കെ അടിപൊളിയാണ് മക്കളെ. എന്ത് തൊടാന്നറിയോ കായകൾ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഗുണ്ടപ്പൻ കായകൾ. ആ ഗുണ്ടപ്പൻ കായകൾക്ക് പിന്നിൽ ഒരുപാട് അധ്വാനം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ അച്ഛൻ ഭാഗ്യൻ, രഘുവേട്ടൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ നമ്മുടെ രമേശ് ചേട്ടനൊക്കെ ഒരുപാട് പണിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതാണ് ഈ വെട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി കുറച്ച് ചായയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ജാം റോളൊക്കെയാണ് കേട്ടോ എന്ന് നമ്മൾ അവർക്ക് കൊടുക്കാൻ പോണത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ അരി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 10-20-30 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ചൂട്ടോട് കൂടിയിട്ടാണെങ്കിൽ 10-20-30 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മണിയായിട്ട് ഒന്നും തൊടാത്ത രീതിയിൽ കിട്ടും. എപ്പോഴും നമ്മൾ ഇൻഡക്ഷൻ കുക്കർ തെർമൽ കുക്കർ തുറന്ന് അപ്പം തന്നെ ചോറ് ഊറ്റിയെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിലാണ് വെള്ളം ചവയ്ക്കുന്ന പോലുള്ളൊരു ഫീൽ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ അവർക്ക് കൊടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഒരുപാട് പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം വിളമ്പുക എന്നുള്ളത് മറ്റൊരു എന്താ പറയുക, മനസ്സിന് സംതൃപ്തി തരുന്നൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കായ ഉപ്പേരി, അതുപോലെ തന്നെ കുറച്ച് അച്ചാർ ഞാൻ പിന്നെ ഇട്ടോളാം. പിന്നെ നമ്മുടെ ഈ ഒരു വഴുതനങ്ങയും മുട്ടയും കറി ഇങ്ങനെ ഇച്ചിരി അങ്ങോട്ട് കഴിച്ച് വായല അങ്ങോട്ട് വെച്ച് കഴിക്കുമ്പോൾ എൻ്റെ സാറേ, ഇച്ചിരി അച്ചാറും കൂടെ അവസാനം ഇങ്ങനെ തൊട്ട് നോക്കാൻ വേണം. വഴുതനങ്ങയാന്ന് പറയുമോ? ആളെ പൊട്ടിച്ചോണ്ടല്ലേ? അയ്യോ, ഞാൻ മറന്നേട്ടാ. പക്ഷെ വഴുതനങ്ങയൊക്കെ ചവർപ്പോ വഴുവഴുപ്പോ ഒന്നുമില്ലല്ലോ, ഒന്നും ഉണ്ടാവില്ല. വറുത്തിട്ടല്ല വേവിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി നല്ല രസമില്ലേ? ഇത് 2 ഉള്ളൂ നമുക്ക് കൂട്ടാൻ. ഞാൻ വീടൊക്കെ നമുക്ക് കുറച്ച് ബെഡ്ഷീറ്റ്, പിള്ളേർ വന്നപ്പോൾ കുറച്ച് ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ട് ഇപ്പൊ 4 ബെഡ്റൂമിലത്തെ ബെഡ്ഷീറ്റ് മാറ്റി അടിച്ചു വൃത്തിയാക്കി കിടന്നു. കർക്കിടകം എന്ന് പറയുന്നത് വൃത്തിയുടെ ഒരു സമയമാണെന്ന് പറയണം. അപ്പൊ നമുക്ക് വൃത്തിക്കും വെടുപ്പിലും വീടൊക്കെ സൂക്ഷിക്കാൻ എന്നുള്ള തീരുമാനത്തിലാണ് എല്ലാവരും. ശാന്തമ്മ വരുന്നില്ല ഇപ്പോ. ശാന്തമ്മ വന്നിട്ട് 1-2 മാസമായി. ആൾക്കേ ചെറിയ പനിയൊക്കെ പിടിച്ചിരിപ്പ. അത് കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ല. നമ്മുടെ വണ്ടിയിൽ നിന്ന് നമ്മൾ തന്നെ തള്ളാം. എത്രയൊക്കെ നേരത്തെ പരിപാടികൾ കഴിക്കണമെന്ന് വിചാരിച്ചാലും ഷൂട്ടുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഞാൻ മൊബൈലൊക്കെ തോണ്ടിയിരുന്ന് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ഫോൺ വിളിച്ച് ഇതാ ഈ ഒരു നേരമാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഭാഗ്യം നേരത്തെ നമ്മളെ കൊണ്ടുവന്ന് പേടിപ്പിച്ച ആ ഒരു കഷ്ണം അല്ലെങ്കിൽ ആ ഒരു കൊമ്പിൻ്റെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അത് നമുക്ക് ചില്ലുപ്പിലാക്കി വയ്ക്കാം കേട്ടോ. ഞാൻ പൊതുവേ കറിവേപ്പില ഓടിപ്പോയി പൊട്ടിച്ച് കൊണ്ടുവന്ന് നമ്മുടെ കറിയിൽ ഇടുന്നതാണ് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള രീതി എന്നുണ്ടെങ്കിലും അതേ ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നമുക്കിതാ ഇതുപോലെ ഒട്ടും വെള്ളം തൊടാതെ, അതായത് പൊട്ടിച്ചുകൊണ്ട് വന്ന അങ്ങനെ തന്നെയുള്ളൊരു കോലത്തിൽ നമുക്ക് ഉരിഞ്ഞ് ഈ ഒരു ജാറില്ലേ, ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിയണവരെ അങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ ഒരിക്കലും പറയില്ല 2-3 ആഴ്ച എന്നൊന്നും. എന്താണോ കഴിയണേ, അതായത് നമ്മളിവിടെയൊക്കെ ചുരുങ്ങിയത് ഒരാഴ്ചയൊക്കെയാണ് ഇത് നിൽക്കാറുള്ളൂ. അത്ര ദിവസം വരെ ഇത് ഇരിക്കാറുണ്ട്. ഇനിയിപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇരിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. നമ്മുടെ മല്ലിയിലയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഉള്ളിൽ ഒരു പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ ടിഷ്യൂ പേപ്പർ, അതിട്ടിട്ട് വെച്ചാലും മതി. അപ്പോൾ നമ്മുടെ അടുക്കള പരിപാടികളൊക്കെ തീർത്ത് അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ മുകളിലത്തെ നിലയിലത്തെ ആ ഒരു സെക്ഷൻ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. പയ്യെ തിന്നാൽ പനയും തിന്നാന്നല്ല പറയുക. അത് കാരണം പതുക്കെ നമുക്ക് വീട്ടുപരിപാടികളൊക്കെ തുടങ്ങിയാൽ മതി. ഓരോ സൈഡിൽ നിന്ന് വൃത്തിയാക്കി വരാം. ഈ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ പീരിയഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ആയാസത്തിൽ നമ്മളെ തന്നെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്കത് സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യും. ഇതാണ് കേട്ടോ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബെഡ്ഷീറ്റ്. ഞാൻ നമ്മുടെ മീഷോന്നാണ് ബെഡ്ഷീറ്റ് മേടിക്കാറുള്ളത്. വലിയ ക്വാളിറ്റി എന്ന് പറയാന്നുണ്ടെങ്കിലും ലോ ക്വാളിറ്റി കിട്ടാറില്ല. പക്ഷെ ഒരു കാര്യം
കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റ് കളറുകളാകുമ്പോൾ നമുക്ക് അധികം കാലം യൂസ് ചെയ്യാൻ പറ്റില്ല. കൂടി വന്നൊരു 3-4 വർഷം, എന്നാലും അത് മുതലാവും. കാരണം 300-350 രൂപയ്ക്കാണ് നമ്മൾ ബെഡ്ഷീറ്റുകൾ മേടിക്കാറുള്ളത്, അതും ഫിറ്റഡ് ബെഡ്ഷീറ്റ് കേട്ടോ. ഇതിൻ്റെ മുകളിലത്തെ നിലയ്ക്ക് പോകൽ വളരെ ചുരുക്കമാണ്. എങ്കിലും ഇതുപോലെയുള്ള സന്ദർശനത്തിനായിട്ട് പോകുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ മാറിയിടാറുണ്ട്. അത് മെയിനായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ചേച്ചിയും ചേട്ടനും വരുമ്പോൾ കിടക്കുന്നത് ഇടതുവശത്തെ മുറിയും, അമ്മയും അച്ഛനും വരുമ്പോൾ കിടക്കുന്നത് വലതുവശത്തെ മുറിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഏരിയ ഉണ്ട്, അവിടേക്ക് ഞാൻ എന്നും പോകാറുണ്ട്. കാരണം അവിടെയാണ് നമ്മൾ തുണികളൊക്കെ അഴയിലിടുന്നത്. ഇപ്പം മഴയല്ലേ, നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിൽ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ പതുക്കെ ഞാൻ അങ്ങോട്ട് ചഞ്ചലം ചാഞ്ഞും ചെരിഞ്ഞും അവിടേക്ക് എത്താറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മഞ്ഞയാണ്, എല്ലാത്തിലും ഒരു മഞ്ഞേരെ ചെറുതായിട്ടൊരു ടച്ച് ഉണ്ടാവാൻ വഴിയുണ്ട്. കാരണം മഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മഞ്ഞ ബെഡ്ഷീറ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എല്ലാ ബെഡ്ഷീറ്റിലും മഞ്ഞ കളർ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു വൈറ്റും റെഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലും ഒക്കെ ഈ പ്രോഡക്റ്റ് കിട്ടും, ഈ ഫിറ്റഡ് ബെഡ്ഷീറ്റ്. അതാവുമ്പോൾ നമ്മൾ എന്തോരം കിടന്ന് കുത്തി പറഞ്ഞാലും ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല. അത്യാവശ്യം നല്ല ഒരു കോട്ടൺ പോലത്തെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ചൂട് എടുക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ബെഡിൻ്റെ ഇടയിൽ എപ്പോഴും വേറൊരു കവറിടും, അതായത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു കവറിടും. അതായത് ഇപ്പോൾ കുഞ്ഞുവാവളൊക്കെ മൂത്രം ഒഴിക്കുന്നവരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡ് സ്പോയിലാവാത്ത രീതിയിലുള്ള ഒരു കവറുണ്ടല്ലോ, അതിട്ട് കൊടുക്കും. പിന്നെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് വേക്ക് ഫിറ്റിൻ്റെയോ എമാരോ പില്ലോകളായിരിക്കും. തലയോണ എന്നാണ് ഇവിടെ പറയാട്ടോ, തലയണ എന്നല്ല പറയാം, നമ്മൾക്ക് തലോണയാ അതന്നെ സംഭവം. പക്ഷെ അത് ഈ ഒരു ഫിറ്റഡ് ബെഡ്ഷീറ്റിൻ്റെ ഒപ്പം കിട്ടുന്ന പില്ലോ കവറിലേക്ക് പാകാവില്ല. കാരണം വലുതാണ് ആ ഒരു നമ്മുടെ എന്താ പറയുക, തലോണ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, വേറെ ബെഡ്ഷീറ്റിൻ്റെ വേറെ പില്ലോ കവർ ഇടണം. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഈ ഒരു റൂം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഭാഗ്യനോട് പതുക്കെ പറഞ്ഞത്, നമ്മുടെ ഡെക്കത്തിലോണിൽ ഓഫർ നടക്കുന്നുണ്ട് മോനെ, നമുക്കൊന്ന് പോയിട്ട് വന്നാലോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ജിമ്മിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യനെ ജിമ്മിലെത്തിക്കുക എന്നുള്ള എൻ്റെ വലിയൊരു ആഗ്രഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും പേരിലാണ് ഞാനും കൂടെ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെക്കത്തിലോൺ വരെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. ഡെക്കത്തിലോണിൽ എന്താ പറയുക 999 എന്തോ സംഭവമൊക്കെ നടക്കുകയായിരുന്നു. 99 രൂപ മുതൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഡെക്കത്തിലോണിൽ നിന്ന് മേടിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റ് ആയാലും ലോങ് ലാസ്റ്റിംഗ് ആണ്, അത്ര പെട്ടെന്ന് അങ്ങ് കേടാവില്ല. പിന്നെ അത്ര അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓൺലൈനിൽ ഇതിനേക്കാളും എന്താ പറയുക വില കുറവിൽ കിട്ടാറുണ്ട്. പക്ഷേ എനിക്ക് ഡെക്കത്തിലോണിൽ നിന്ന് സംഭവങ്ങൾ മേടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എസ്പെഷ്യലി ഈ ജിമ്മിന് ഇടുന്ന ഐറ്റംസൊക്കെ. കുറച്ചധികം ദിവസത്തെ പ്രയത്നത്തിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ ധീരരോധനത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മുടെ ഭാഗ്യം ജിമ്മിലെത്തിയിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ കുറച്ചധികം ദിവസമായി പോയി തുടങ്ങിയിട്ട്. ഭാഗ്യനെ നമ്മൾ കൊണ്ടുവന്നിട്ട് 1-2 ആഴ്ചയായിട്ടുള്ളൂ. സമയമില്ലാത്തതിൻ്റെ പേരിലാണ് ഭാഗ്യം വരാത്തതെന്നാണ് പറയാറുള്ളത്. പിന്നെ ചെറിയ മടി ഇല്ലായില്ല. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോവാം കേട്ടോ. 30% ആളുകൾ രാവിലെ ബെഡിൽ തന്നെ എഴുന്നേൽക്കുന്നതിന് മുൻപ് മെയിലിൽ സമയം ചിലവഴിക്കുന്നു. GFI സോഫ്റ്റ്വെയർ കമ്പനി നടത്തിയ മറ്റൊരു പഠനം പറയുന്നത് 40% ആളുകൾ രാത്രി 11 മണിക്ക് ശേഷവും ഒരു ദിവസം പൂർത്തിയായ കാര്യങ്ങളൊക്കെ വീണ്ടും ഒരു ഡയറി കുറിപ്പിൽ എഴുതി വെക്കുക എന്നുള്ളത് മറ്റൊരു നല്ല ശീലമാണല്ലേ. ഞാൻ ഈ അച്ചടി ഭാഷയിൽ വർത്തമാനം പറയുന്നത്. അപ്പോൾ ഈ അച്ചടി ഭാഷ കേട്ടത് കുറച്ച് നേരത്തെ മുമ്പ് കണ്ട മോട്ടിവേഷനാണ്. എനിക്ക് മോട്ടിവേഷൻ തരുന്നത് പഴപ്പവും നമ്മുടെ കുക്കു FM അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറി ടെല്ലും ആണ് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ മോട്ടിവേഷണൽ സ്റ്റോറികളൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനം തോന്നും. പിന്നെ ഒരു ചായ കുടിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചായിരുന്നു നമ്മുടെ ജിമ്മിന് പോണേക്കാളും മുന്നേ. അപ്പോൾ വന്നിട്ട് പിന്നെ ഒരു കാപ്പി, ഒട്ടും മധുരമില്ലാത്ത, ഷുഗർ നമ്മൾ ഒഴിവാക്കി എന്ന് പറഞ്ഞല്ലോ, ഒട്ടും മധുരമില്ലാത്ത ഒരു കാപ്പി, ചിലപ്പോൾ ഇത്തിരി തേൻ ഒഴിച്ച് അങ്ങനെ അങ്ങോട്ട് കുടിക്കും. പിന്നെ ഭാഗ്യൻ്റെയും ശ്രീകുട്ടൻ്റെയും കൂടെയുള്ള കത്തി ടൈമാണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് അവരുടെ കൂടെ പോയിരുന്നിട്ട് കത്തി വയ്ക്കാം കേട്ടോ. ശ്രീകുട്ടനെ പഠിപ്പിക്കൽ എൻ്റെ ജോലിയായിരുന്നു. വൺസ് അത് ഭയങ്കര സ്ട്രെസ്സായപ്പോൾ, അല്ലെങ്കിൽ ശ്രീകുട്ടനെ എനിക്കും ആരോഗ്യത്തിന് അത് ഹാനികരമാണെന്ന് തോന്നിയപ്പോൾ നമ്മൾ ചെറിയൊരു ട്യൂഷൻ ക്ലാസ്സിലാക്കിയിട്ടുണ്ട് ആളെ. അപ്പോൾ ആൾ ട്യൂഷനൊക്കെ കഴിഞ്ഞത് അച്ഛനും മോനും കൂടെ അവിടെ അങ്ങനെ കിടക്കുകയാണ്. ഇനി നമ്മൾ പതുക്കെ നമ്മുടേതായ ലോകത്തിലേക്ക് അങ്ങോട്ട് വലിയാണ്. എപ്പോഴും നമ്മുടേതായ ലോകം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ നമ്മുടെ ലൈഫ് പോകുന്നത്. 24 മണിക്കൂർ പണിയെടുക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഇതുപോലെ വ്ളോഗുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. മോളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഡ്രസ്സുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊരു സൈഡിലേക്ക്
എടുത്ത് വെച്ച് നമുക്ക് എന്തായാലും നമ്മുടെ ബെഡൊന്ന് മേക്ക് ചെയ്തിട്ടേ അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബെഡിൽ ഇതും ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് കേട്ടോ, പക്ഷേ ഇത് വെൽവെറ്റാണ്. ഈ വെൽവെറ്റ് ബെഡ്ഷീറ്റിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഇലാസ്റ്റിക് ഉണ്ടല്ലോ അതങ്ങ് ഊരി വരാറുണ്ട്. ഇപ്പോൾ ഇതിന് പക്ഷേ ഊരി വരുന്നില്ല കേട്ടോ. ഇത് ഭയങ്കര ഒരു ലൈറ്റ് ഒലീവ് എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള വെൽവെറ്റിൻ്റെ ഒരു ബെഡ്ഷീറ്റ് തന്നെയാണ്. ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഫിറ്റായിട്ട് അവിടെ അങ്ങ് കിടന്നോളും, നമുക്ക് ഒന്നും സംഭവിക്കില്ല. പിന്നെ ഈ വർഷക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഫാനും എ സിയും ഇടാതെ പുതച്ച് മൂടി കിടക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കുക, നമ്മുടേതായ കുറച്ച് ബുക്സുകളൊക്കെ വായിക്കുക, ഒരു 10 പേജെങ്കിലും ഡെയിലി വായിക്കുക എന്നുള്ളത് നമ്മുടെ ശീലമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വായനയോട് കുറച്ചും കൂടി എന്താ പറയുക അടുപ്പവും നമുക്ക് കഥകൾ പിന്നെ ഓൾറെഡി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന പോലെ ഒരു ഫീലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്നുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ഒരു ദിവസം നമ്മൾ ജേർണൽ ചെയ്യും. കട്ടട്ടയിലാണ് ഞാൻ എഴുതിയിരിക്കാറുള്ളത്. ഇതൊരു ബുക്കാണ് കേട്ടോ. ഇതിൽ അവർ തന്നെ ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നിട്ടുണ്ടാവും, നമ്മൾ ജസ്റ്റ് അതിൻ്റെ നേരെ ആൻസർ എഴുതുക മാത്രമേ വേണ്ടൂ. അതൊക്കെ എഴുതി വൃത്തിയാക്കി ചിലപ്പോൾ അവിടെ കിടന്നത് അതുപോലെ അങ്ങനെ ഉറങ്ങും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു എന്ന്. ഇല്ല മക്കളെ, ഇല്ല. ഈ വ്ളോഗ് നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ എത്തണം. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ എത്തുന്നതോടുകൂടി അന്നത്തെ ദിവസം സത്യം പറയുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ കൂടെ നീളുകയാണ്. അങ്ങനെയാണ് നിങ്ങൾ ഓരോ വ്ളോഗും കാണുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഇതിൽ നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.